ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ ജയിൽ നോമിനേഷനിൽ ഒരു അനീതി ആയിരുന്നു. കാരണം ഇത്തവണ ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ലക്ഷ്മിയും അനീഷുമാണ്. കഴിഞ്ഞ ആഴ്ചയും അനീഷ് ആയിരുന്നു തോന്നുന്നു ജയിലിനകത്ത്. അപ്പോഴും പിന്നെ ഈ ആഴ്ചയും ജയിൽ നോമിനേഷനിലേക്ക് വിട്ടത് ശരിയാണോ? അവിടെ ജയിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തർ ഓരോ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അനീഷ് ജയിൽ പോയതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ലേ. ലക്ഷ്മി പോയതിലും തെറ്റൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ പോകാൻ അർഹതയുള്ള മറ്റു ചിലരും അവിടെ ഉണ്ടായിരുന്നു. അനീഷ് എന്തുകൊണ്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ആകെ മൊത്തം അലമ്പാക്കി കളഞ്ഞു കേട്ടോ. അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ പോരെ സത്യത്തിൽ നമ്മുടെ അനീഷിനെ അവിടെ നോമിനേറ്റ് ചെയ്യാൻ. പിന്നെ അവിടെയുള്ളവർക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നേ. ലക്ഷ്മിയുടെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി. അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ അനീഷിന്റെയും ലക്ഷ്മിയുടെയും പേര് പറഞ്ഞതുകൊണ്ട് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. ഇവരെ പോലെ തന്നെ ഇത്തവണ ജയിലിലേക്ക് പോകാൻ അർഹതയുള്ള ആൾക്കാരാണ് നമ്മുടെ ആദില. ടാസ്ക് പെർഫോമൻസ് ഒക്കെ വളരെ വീക്ക് ആയിരുന്നു. പിന്നെ സീക്രട്ട് ടാസ്ക് ഒക്കെ കുളമാക്കിയ കാര്യം പറഞ്ഞ് നമ്മുടെ ഷാനവാസിനെയും ജയിലിലേക്ക് പറഞ്ഞു വിടാം. ഇനിയിപ്പോഴും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എല്ലാവരെ കുറിച്ചും പറയേണ്ടി വരും. എന്തായാലും അതുകൊണ്ട് തന്നെ അനീഷ് പോയത് അനീതിയാണെന്നും പറയാൻ പറ്റത്തില്ല.